ഷാർജയിൽ നിന്നും ദുബായിലേക്ക് ദിനവും സൈക്കിളിൽ യാത്ര. ഇത് കൊച്ചി സ്വദേശി ഉസൈർ ഷറഫുദ്ദീൻ. ഷാർജ റോളയിലെ വീട്ടിൽ നിന്നും ദുബായ് ഗർഹൂദിലെ ജോലി സ്ഥലത്തേക്കാണ് ഉസൈർ സൈക്കിൾ ചവിട്ടി പോകുന്നത്. ഇരുവശത്തേക്കുമായി പ്രതിദിനം 36 കിലോമീറ്റർ ദൂരമാണ് ഉസൈർ സൈക്കിളിൽ സഞ്ചരിക്കുന്നത്. ഇപ്പൊ എന്റെ ഡെയിലി യാത്ര എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ റോളയിൽ നിന്ന് തുടങ്ങി ബുഹേറ കോർണിഷ് വഴി അൽഖാനിലെത്തും. അൽഖാൻ ലഗൂണിൽ നിന്ന് മംസാറിലേക്ക് ക്രോസ് ചെയ്ത് മംസാറിൽ നിന്ന് അബുഹയിൽ വരെ സർവീസ് റോഡുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യും. അബുഹയിൽ നിന്ന് എനിക്ക് എയർപോർട്ടിന്റെ സർവീസ് റോഡ് ആക്സസ് ചെയ്തിട്ട് നമ്മുടെ അൽ ഹബ്തൂർ മോട്ടോർ സിഗ്നൽ ഉണ്ടല്ലോ, ദേറ സിറ്റി സെന്ററിന്റെ ആ സിഗ്നൽ വരെ എത്താം. അവിടെ നിന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഗറൂദ് ഇന്റർസെക്ഷനിലാണ് എൻ്റെ ഓഫീസിൽ എത്താൻ പറ്റും. ഡെയിലി 1 മണിക്കൂർ യാത്ര, ഒരു സൈഡിലേക്ക് 18 കിലോമീറ്റർ ഉണ്ട്. മൊത്തം 36 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുണ്ട് ഒരു ദിവസം. ഗതാഗത കുരുക്കിൽ കിടന്നുള്ള യാത്ര മടുത്തപ്പോഴാണ് ഉസൈർ സൈക്കിൾ സവാരിയിലേക്ക് തിരിഞ്ഞത്. കുട്ടിക്കാലം മുതൽ തന്നെ ഉസൈറിന് സൈക്കിൾ യാത്രയോട് കമ്പമുണ്ട്. ഗതാഗത കുരുക്കിൽ കിടക്കേണ്ടി വരുന്നില്ല എന്ന് മാത്രമല്ല, മനസ്സിനും ശരീരത്തിനുമെല്ലാം ഈ യാത്ര പ്രത്യേക ഉന്മേഷം നൽകുന്നു എന്നാണ് ഉസൈർ പറയുന്നത്. യാത്രാ ചെലവിലും ലാഭം. ദുബായ് ഷാർജ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തന്നെയായിരുന്നു ഇത് തുടങ്ങിയിരുന്നത്. പക്ഷെ പോകെ അതിന്റെ ബെനിഫിറ്റ്സ് കണ്ടു തുടങ്ങിയപ്പോൾ പിന്നെ ഇത്രയും ലോങ് ആയിട്ട് കൂടി അത് കണ്ടിന്യൂ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എത്രത്തോളം നമ്മുടെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ്. ദുബായ് ഷാർജ ട്രാഫിക്കിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ റോളയിൽ താമസിക്കുന്ന ഒരാൾ ഗറൂദ് വരെ പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 3 മണിക്കൂർ ഡെയിലി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ സൈക്കിളിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 30 to 40 മിനിറ്റ്സ് എങ്ങനെ പോയാലും എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുവരെ സൈക്കിളിൽ 10,000-ലധികം കിലോമീറ്ററുകൾ ജോലിക്കായി മാത്രം ഉസൈർ സഞ്ചരിച്ചു കഴിഞ്ഞു. കൊച്ചി തോപ്പുംപടി സ്വദേശിയായ ഉസൈർ അക്കൗണ്ടന്റായാണ് ദുബായിൽ ജോലി ചെയ്യുന്നത്. ജോലി സ്ഥലത്തേക്കും തിരിച്ചുമുള്ള സൈക്കിൾ സവാരി മുടങ്ങാതെ തുടരുന്നതിനാണ് ഉസൈറിന്റെ തീരുമാനം. NTV UAE to the world.